അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തിന് ക്ഷണം കിട്ടിയിട്ടും ആ ക്ഷണത്തിന് പോകുന്നില്ല എന്നുള്ള അക്ഷണം പുല്ലുപോലെ നിരസിക്കുന്ന സഖാക്കന്മാർ അറിയാൻ ഇന്ന് നിങ്ങളിലെ ഒരു പ്രമുഖനായ സഖാവ് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുമായിരുന്ന ഒരു ചടങ്ങായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ്. ശ്രീ EMS ആണ് ആ സഖാവ്. അയോധ്യയിലെ തർക്കസ്ഥാനത്തെ മന്ദിരം സർക്കാർ തന്നെ പൊളിച്ചു മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് EMS ആണ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ പ്രതിഷ്ഠയ്ക്ക് ക്ഷണം കിട്ടിയാൽ യെച്ചൂരി ചെയ്തതുപോലെ ബുദ്ധിമോശം EMS കാണിക്കുമായിരുന്നില്ല. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ച പശ്ചാത്തലത്തിൽ EMSന്റെ ഒരു പഴയ പ്രസംഗം ശ്രദ്ധേയമാവുകയാണ്. മലപ്പുറത്ത് തിരൂരിൽ 1987 ജനുവരി 13 പൊതുയോഗത്തിലായിരുന്നു EMSന്റെ പ്രസംഗം. തർക്കസ്ഥലത്ത് നിലകൊള്ളുന്ന ബാബറി മസ്ജിദ് അവിടെ നിന്ന് പൊളിച്ചുമാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സർക്കാർ തന്നെ പൊളിക്കണം എന്നായിരുന്നു നിർദ്ദേശം. 14 ഇത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അയോധ്യയിലെ തർക്കസ്ഥാനത്തെ മന്ദിരം സർക്കാർ തന്നെ പൊളിച്ചു മാറ്റണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് EMS ആയിരുന്നു. കാരണം അയോധ്യയിലെ തർക്കമന്ദിരമായ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി അവിടുത്തെ പ്രശ്നം പരിഹരിക്കണം എന്നായിരുന്നു ആവശ്യം. അന്ന് CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു EMS. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ഭാരവാഹികൾ EMSനെ തീർച്ചയായും ക്ഷണിച്ചേനെ. EMSനെ രാഷ്ട്രീയ ആദർശ ആശയ നിലപാടുകളിൽ എതിർപക്ഷത്തായിരുന്നു എങ്കിലും വിശിഷ്ട വ്യക്തിയായാണ് കണ്ടിരുന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആദ്യ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് EMS അന്തരിച്ചത്. അന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭാ തീരുമാനപ്രകാരം ശവസംസ്കാരത്തിൽ ആഭ്യന്തരമന്ത്രി LK അദ്വാനി പങ്കെടുത്തിരുന്നു. അതേസമയം രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് യെച്ചൂരിയെ ക്ഷണിച്ചിരുന്നു. 2024 ജനുവരി 22 പ്രതിഷ്ഠാ ചടങ്ങ്. എന്നാൽ ക്ഷണം യെച്ചൂരി നിരസിച്ചതായാണ് വിവരം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും അധീർ രഞ്ജൻ ചൌധരിക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും HD ദേവഗൌഡയ്ക്കും നേരത്തെ ക്ഷണം ലഭിച്ചിരുന്നു. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 4000-ഓളം സന്യാസിമാരെയും ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 16 തുടങ്ങി 22 അവസാനിക്കും. മണ്ഡലപൂജ 24 മുതൽ 28 വരെ നടക്കും. 23 മുതൽ ഭക്തർക്ക് പ്രവേശനം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 22 മുഖ്യ ചടങ്ങിൽ പങ്കെടുക്കും. 6 ശങ്കരാചാര്യന്മാരും 150 സന്യാസിമാരും പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകും. 2200 വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയിലെ ആദ്യ മുഗൾ രാജാവായ ബാബറുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് ബാബറി മസ്ജിദ് എന്നാണ് കരുതുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ബാബറി മസ്ജിദ് 1940 വരെ മസ്ജിദ് ഇ ജന്മസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രയും കാലപ്പഴക്കമുള്ള ബാബറി മസ്ജിദാണ് 15 വർഷം മുൻപ് 1.5 ലക്ഷത്തോളം വരുന്ന ജനത തകർത്തെറിഞ്ഞത്. ബാബറുടെ കമാൻഡർ ഇൻ ചീഫായിരുന്ന മിർബാക്കി ഒരു ക്ഷേത്രം തകർത്ത ശേഷം ആ സ്ഥാനത്ത് ബാബറി മസ്ജിദ് നിർമ്മിക്കുകയായിരുന്നു എന്നും വിശ്വാസമുണ്ട്. വിഷ്ണുവിന്റെ അവതാരമായി കരുതുന്ന രാമായണത്തിലെ ശ്രീരാമന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അവിശ്വാസികളായ കടന്നുകയറ്റക്കാരായ മുസ്ലിങ്ങൾ തകർക്കുകയായിരുന്നു എന്നാണ് ഹൈന്ദവരുടെ വാദം. ബാബറി മസ്ജിദ് ഒരു രാമക്ഷേത്രവുമായി ഭിത്തി പങ്കിടുന്നു എന്നത് കൗതുകകരമാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിൽ ഒന്നായിരുന്നു ബാബറി മസ്ജിദ്. ഏതാണ്ട് 31 ദശലക്ഷം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. നിരവധി മുസ്ലിം പള്ളികൾ സംസ്ഥാനത്തുണ്ട് എങ്കിലും തർക്കപ്രദേശത്ത് നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ബാബറി മസ്ജിദ് ലോകമെമ്പാടും അറിയപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.